ഇസ്രോയുടെ പുതിയ ചെയർമാനായി 2025 ജാനുവരി 14 ചുമതലയേറ്റത് ആര്? സ്പാഡെക്സ് ദൗത്യത്തിന്റെ പ്രാധാന്യമെന്ത്? ആരാണ് ചുമതലയേറ്റത്? വി നാരായണൻ. 1984 മുതൽ ഇസ്രോയിൽ സേവനമനുഷ്ഠിക്കുന്നു. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. ഇസ്രോയുടെ ദ്രാവക പ്രൊപ്പൽഷൻ സംവിധാനങ്ങളുടെ വികസനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്പാഡെക്സിന്റെ ദൗത്യം. ഇസ്രോയുടെ വിജയകരമായ ബഹിരാകാശ ഡോക്കിംഗ് പരീക്ഷണം. ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ വികസിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ഈ സാങ്കേതിക വിദ്യ ബഹിരാകാശ നിലയങ്ങളുടെ നിർമ്മാണത്തിനും പരിപാലനത്തിനും അത്യാവശ്യമാണ്. ഇന്ത്യയുടെ ഗംഗയാൻ പദ്ധതിക്കും ഈ സാങ്കേതിക വിദ്യ സഹായകമാകും. ഇനി മുൻ ഇസ്രോ ചെയർമാൻമാരെ നോക്കാം. ആദ്യ ചെയർമാൻ ഡോക്ടർ വിക്രം സാരാഭായ്, 1963 തൊട്ട് 1971 വരെ. അവസാന രണ്ട് ചെയർമാൻ രാഷ്ട്രപതി ഡോക്ടർ കെ ശിവൻ, 2018, 2022. ഡോക്ടർ സോമനാഥ്, 2022, 2025. 2025 ഇന്ത്യൻ നാവികസേനയ്ക്ക് ഒരേ സമയം സമർപ്പിച്ച 3 യുദ്ധക്കപ്പലുകൾ ഏതെല്ലാം? INS നീലഗിരി, INS സൂറത്ത്, INS വാഗ്ഷീർ. INS നീലഗിരിയെ പറ്റി. INS നീലഗിരി ക്ലാസ് ഫ്രിഗേറ്റ് ആധുനിക ആയുധങ്ങളാൽ സജ്ജമാണ്. ഇനി INS സൂറത്ത് വിശാഖപട്ടണം ക്ലാസ് ആണ്. നാശക കപ്പൽ നവീന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. INS വാഗ്ഷീർ സ്കോർപിൻ ക്ലാസ് ആണ്. മുങ്ങിക്കപ്പൽ മുംബൈ മസഗോൺ ഡോക്യാർഡിൽ നിർമ്മിച്ചത്. ഒരേ സമയം 3 യുദ്ധക്കപ്പലുകൾ നാവികസേനയിൽ ഉൾപ്പെടുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായാണ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഏറ്റവും ഉയർന്ന ഏകദിന സ്കോർ എത്രയാണ്? 435/5 അയർലൻഡിനെതിരെ. എത്രയാണ്? 435/5. മുൻ റെക്കോർഡ് 352/2 അയർലൻഡിനെതിരെ 2023 ഹർമൻപ്രീത് കൗർ ആണ് നിലവിലെ ടീം ക്യാപ്റ്റൻ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ICC ഏകദിന റാങ്കിങ്ങിൽ 3-ാം സ്ഥാനത്താണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ വനിതാ ടീം 1-ാം സ്ഥാനത്താണ്. T20 ക്രിക്കറ്റിൽ ഇന്ത്യയുടെ വനിതാ ടീം നിലവിൽ 2-ാം സ്ഥാനത്താണ്. 2025 ജാനുവരി 16 ഇന്ത്യ ആഘോഷിക്കുന്ന ദിനം ഏത്? സ്റ്റാർട്ടപ്പ് ദിനം. 2016 ജാനുവരി 16 പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യയിൽ 1,00,000-ലധികം സ്റ്റാർട്ടപ്പുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയാണ്. ഹമാസും ഇസ്രയേലും തമ്മിലുള്ള 15 മാസത്തെ യുദ്ധത്തിനു ശേഷം എത്തിച്ചേർന്ന കരാർ എന്താണ്? വെടിനിർത്തൽ കരാർ. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണത്തോടെയാണ് യുദ്ധം ആരംഭിച്ചത്. ഇതുവരെ 25,000-ലധികം പാലസ്തീനുകളും 12,000-ലധികം ഇസ്രയേലികളും കൊല്ലപ്പെട്ടു. ഗാസയിലെ 85% ജനങ്ങളും അഭയാർത്ഥികളാണ്. ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിന് പ്രധാനമായുള്ള കാരണങ്ങൾ ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ. ഗാസ പട്ടണം പാലസ്തീൻ പ്രശ്നമാണ്. എന്നാൽ ഇസ്രയേൽ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് രാഷ്ട്രീയ ഭിന്നതകൾ. ഹമാസ് സംഘടന ഗാസയിൽ അധികാരത്തിലാണ്. എന്നാൽ ഇസ്രയേൽ അവരെ ഭീകര സംഘടനയായി കാണുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ട ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് പേര് കാണുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലേ ചാനൽ മുന്നോട്ട് പോകാൻ പറ്റൂ. എല്ലാവർക്കും താങ്ക് യു. നമുക്ക് ഇനിയും കാണാം.